ശമ്പള പ്രതിസന്ധിയിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. ശമ്പളം കിട്ടിയതിനു ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന നിലപാടിലാണ് ജീവനക്കാർ. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം സ്ഥലത്തെത്തും. സുനീഷ എലോർ വിശദാംശങ്ങളുമായി. സുനീഷ, സമരം തുടങ്ങി. തീർച്ചയായും നികേഷ്, ശമ്പള പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ടെന്നും ശമ്പള വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നും ധനമന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞെങ്കിൽ പോലും കൃത്യമായി ശമ്പളം അക്കൗണ്ടിൽ എത്തുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിരാഹാര സമരവുമായി എത്തിയിരിക്കുന്നത്. ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തന്നെ നിലപാട് കടുപ്പിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ ആലോചന. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിക്കും ജില്ലാ ട്രഷറിക്കും സമീപമുള്ള സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞത്. വിതരണം ആരംഭിച്ചു എന്ന് ചെറിയ രീതിയിൽ വിവരം കിട്ടിയിട്ടുണ്ട്. ഏതാനും ചില ജീവനക്കാരുടെ അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റ് ചെയ്തതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് വിനിയോഗിക്കാൻ കഴിയുമോ, യാതൊരു നിയന്ത്രണവും കൂടാതെ വിനിയോഗിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ സമരരൂപം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ. കേന്ദ്രം ഈ സർക്കാരിന്റെ ഇത് വെട്ടിക്കുറക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ രാജ്ഭവനിൽ മുന്നിലല്ലേ സമരം ചെയ്യേണ്ടത്, സെക്രട്ടേറിയറ്റ് മുന്നിലല്ലോ എന്നൊരു ചോദ്യമാണ് നേരത്തെ ധനമന്ത്രി പറഞ്ഞത്. ഞങ്ങൾക്ക് ധനമന്ത്രിയോട് ചോദിക്കാനുള്ളത്, സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല ജനാധിപത്യ ഭരണം ഇവിടെ നടക്കുന്നത്. ഇവിടെ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ഇന്നുവരെ ഉള്ള ജനാധിപത്യ സർക്കാരുകളെല്ലാം ചെയ്ത ജോലിക്ക് കൃത്യമായി കൂലി നൽകിയിട്ടുണ്ട്. അതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ എന്ത് ചോദിച്ചാലും കേന്ദ്രം ആണ് തരേണ്ടതെങ്കിൽ ഇവിടെ ഒരു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ചോദിക്കുന്നു, നിയന്ത്രണം ഒന്നുമില്ലാതെ ഞങ്ങളുടെ ശമ്പളം എപ്പോൾ അക്കൗണ്ടിൽ വരും? അല്ലാതെ അദ്ദേഹത്തിന്റെ പ്ലാൻ ബി ഇവിടെ നടപ്പിലാകില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. ശമ്പളം നൽകിയാൽ മാത്രം പോരാ, ആ ശമ്പളത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അനിശ്ചിതകാല നിരാഹാരം എന്നുള്ളത് സമരത്തിന്റെ രൂപം മാറി മറ്റു സമരമാർഗങ്ങളിലേക്ക് കടക്കും. ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല. അതാണ് ഞങ്ങൾ ഉറപ്പു നൽകുന്നത്. ഈ സർവീസ് സംഘടനകൾ പറയുന്നതും അത് തന്നെയാണ്. കൃത്യമായി സാലറി ക്രെഡിറ്റ് ചെയ്യപ്പെടണം, നിയന്ത്രണങ്ങളില്ലാതെ ശമ്പളം ലഭിക്കുക എന്നത് തന്നെയാണ്. അതുവരെയും ഈ രീതിയിൽ തന്നെ സമരം നടത്തുമെന്നത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ VD സതീശൻ ഈ സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും നേരത്തെ ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെയും കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഈ മന്ത്രി ഒളിച്ചോടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള ഒരു നിരാഹാര സമരവുമായി ജീവനക്കാർ എത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാലറി ക്രെഡിറ്റ് ആവുന്ന പക്ഷം മാത്രമാണ് തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകുന്നതും. ഏതായാലും ഇനിയും ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ്. നിയന്ത്രണങ്ങളില്ലാതെ ഈ ശമ്പള പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ കൃത്യമായ സമര രീതികളുമായി സമര നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സുനീഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ സമരം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം തന്നെ സമരവേദിയിലെത്തി സമരക്കാരെ അഭിസംബോധന ചെയ്യും.